ബംഗാൾ ഗവർണർ ഡോക്ടർ സി.വി. ആനന്ദബോസിനെതിരെ അപവാദം പറഞ്ഞുണ്ടാക്കാൻ നടന്ന മമതാ ബാനർജിക്ക് രാജ്യത്തെ പെൺകുഞ്ഞുങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സാധിച്ചില്ല. സർക്കാർ സൃഷ്ടിച്ച ഗുണ്ടകൾ പെൺകുഞ്ഞുങ്ങളുടെ മാനത്തിന് ഇപ്പോൾ ബംഗാളിൽ വില പറയുകയാണ്. ഇത് ബംഗാളിലെ സ്ത്രീകളുടെയും സർക്കാരിന്റെയും പരാജയം. സംസ്ഥാനത്തെ സ്ത്രീകളെ മമതാ സർക്കാർ പരാജയപ്പെടുത്തിയെന്ന് പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ സി.വി. ആനന്ദബോസ് പറയുന്നു. കൊൽക്കത്തയിലെ ആർ.ജി. കർ ആശുപത്രിയിലെ ജൂനിയർ ഡോക്ടറുടെ ക്രൂര കൊലപാതകത്തിൽ സംസ്ഥാന സർക്കാർ നിഷ്ക്രിയത്വം തുടരുകയാണ്. ബംഗാൾ സ്ത്രീകൾക്ക് സുരക്ഷിത സ്ഥലമല്ലാതായി മാറിയിരിക്കുന്നു. ഈ സമൂഹമല്ല, മമതാ സർക്കാരാണ് സംസ്ഥാനത്തെ സ്ത്രീകളെ പരാജയപ്പെടുത്തിയത്. സ്ത്രീകൾക്ക് സമൂഹത്തിൽ മാന്യമായ സ്ഥാനമുണ്ടായിരുന്നു. പഴയ അവസ്ഥയിലേക്ക് ബംഗാൾ തിരിച്ചു വരണം. സർക്കാർ സൃഷ്ടിച്ച ഗുണ്ടകളെയാണ് ഇവിടുത്തെ സ്ത്രീകൾ ഭയക്കുന്നത്. ഈ വിഷയത്തിൽ മമതാ സർക്കാർ നിസ്സംഗത തുടരുകയാണ്, അദ്ദേഹം ആരോപിച്ചു. ബംഗാളിൽ സ്ത്രീകൾക്ക് സംരക്ഷണമില്ല എന്നാണ് സർക്കാർ ഇപ്പോൾ ഉറപ്പു നൽകിയിരിക്കുന്നത്. അതാണ് ദാരുണമായി ഈ ദുരന്തത്തിന് ശേഷവും പ്രതിഫലിക്കുന്നത്. അതിനിയും ആവർത്തിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ ഗവർണർ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നാണ് അറിയുന്നത്. കഴിഞ്ഞ ദിവസം മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഹർഭജൻ സിംഗ് കൊല്ലപ്പെട്ട പെൺകുട്ടിക്ക് നീതി ഉറപ്പാക്കണമെന്നും വിഷയത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് ബംഗാൾ മുഖ്യമന്ത്രിക്കും ഗവർണർക്കും കത്തയച്ചിരുന്നു. ഇതിന് പിന്നാലെ ബംഗാളിലെ വിവിധ സമൂഹങ്ങളുടെ പ്രതിനിധികളുടെ അടിയന്തര യോഗം വിളിച്ചിരുന്നു. വിഷയത്തിൽ ഇതുവരെ കൈക്കൊണ്ട നടപടികൾ അവരെ അറിയിക്കുമെന്നും എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ ഗവർണറുടെ ഓഫീസ് വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച നടപടികൾ ഹർഭജൻ സിംഗുമായും ചർച്ച ചെയ്യുമെന്ന് ഗവർണറുടെ ഓഫീസ് അറിയിച്ചു. വനിതാ ട്രെയിനി ഡോക്ടറുടെ മരണവുമായി ബന്ധപ്പെട്ട് ബംഗാളിൽ ക്രമസമാധാന നില തകർന്നുകൊണ്ടിരിക്കുന്നു എന്ന് തുറന്നു പറയുകയാണ് പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ സി.വി. ആനന്ദബോസ്. കൊൽക്കത്തയിൽ നടന്നത് ഒരിക്കലും ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. കോളേജ് അധികൃതർ പറയുന്നത് രാത്രിയായാൽ ഒരു കൂട്ടം ഗുണ്ടകൾ ആശുപത്രിയിൽ ഇരച്ചു കയറുകയും സാധന സാമഗ്രികളൊക്കെ അടിച്ച് ഒടിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് പരസ്യമായി തന്നെ നഴ്സുമാരെ ഇരയാക്കും എന്ന് തന്നെയാണ്. ഇതിന് കാരണം ബംഗാളിലെ പോലീസിന്റെ കഴിവില്ലായ്മ തന്നെയാണ് എന്നും പോലീസിനെ കൈകാര്യം ചെയ്യുന്ന ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു, അല്ലെങ്കിൽ എന്തിനാണ് ഇതിനൊക്കെ ഒത്താശ ചെയ്യുന്നത് എന്നും ബംഗാൾ ഗവർണർ ചോദിക്കുന്നു. ആർ.ജി. കർ മെഡിക്കൽ കോളേജിൽ വനിതാ പി.ജി. ഡോക്ടർ ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പശ്ചിമ ബംഗാളിലെ മമതാ ബാനർജി സർക്കാരിനെതിരെ വിമർശനം തുടരുകയാണ് കൊൽക്കത്ത ഹൈക്കോടതി. നേരത്തെ അന്വേഷണം കാര്യക്ഷമമല്ല എന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഹൈക്കോടതി കേസ് അന്വേഷണം CBIക്ക് കൈമാറിയിരുന്നു. പിന്നാലെയാണ് സംസ്ഥാന സർക്കാർ സമ്പൂർണ്ണ പരാജയമെന്ന വിലയിരുത്തലും ഹൈക്കോടതി നടത്തിയത്. ആർ.ജി. കർ മെഡിക്കൽ കോളേജ് പ്രതിഷേധത്തിന്റെ പേരിൽ ഒരു സംഘം അടിച്ചു തകർത്തതിലാണ് ഹൈക്കോടതിയുടെ വിമർശനം. സർക്കാർ സംവിധാനങ്ങളുടെ സമ്പൂർണ്ണ പരാജയമാണ് അവിടെ കാണിക്കുന്നത്. ഇത്രയും വലിയ ഒരു കൊലപാതകം നടന്ന സ്ഥലത്ത് സുരക്ഷയ്ക്ക് ഒരു പോലീസുകാരൻ പോലും ഉണ്ടായിരുന്നില്ല. ഈ സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ഭയമില്ലാതെ ഡോക്ടർമാർ ജോലി ചെയ്യുക? സ്വന്തം ആൾക്കാരെ പോലും സംരക്ഷിക്കാൻ കഴിയാത്തവരായി സർക്കാർ മാറിയെന്നും ഹൈക്കോടതി വിമർശിച്ചു. ന്യൂസ് ഡെസ്ക് കർമാനസ്.